Welcome back to 18th day of CBSE Maths Crash Class conducted by Archana Study Center. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു പുതിയ ചാപ്റ്റർ ആണ്. അതായത് ട്രിഗണോമെട്രി ആൻഡ് ഇറ്റ്സ് ഐഡന്റിറ്റീസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വീഡിയോയിലേക്ക് കിടക്കാം. ടേക്ക് എ നോട്ട്ബുക്ക്. വി ക്യാൻ ലേൺ ടുഗദർ, വി ക്യാൻ ഗ്രോ ടുഗദർ. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രിഗണോമെട്രി എന്ന ചാപ്റ്റർ ആണ്. എന്താണ് ട്രിഗണോമെട്രി, ട്രിഗണോമെട്രിക്കൽ ഐഡന്റിറ്റീസ്, ഇതെല്ലാം നമുക്ക് അപ്ലിക്കബിൾ ആയിട്ടുള്ളത് ഒരു ആംഗിൾ 90 ഡിഗ്രി ആയിട്ടുള്ള ട്രയാങ്കിൾസിനെയാണ് എന്ന് പറയുന്നത് റൈറ്റ് ട്രയാങ്കിൾസ് എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി റൈറ്റ് ട്രയാങ്കിളിന്റെ കേസിൽ ഒരു തിയറം പഠിച്ചിരുന്നു, പൈതഗോറസ് തിയറം. എന്തായിരുന്നു പൈതഗോറസ് തിയറം? ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടനസ് സ്ക്വയർ. ഇത് നമ്മൾ കുഞ്ഞിലേ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇനി കൂടുതലായിട്ട് നമുക്ക് ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് റൈറ്റ് ട്രയാങ്കിളിന്റെ പ്രോപ്പർട്ടീസ്, അത് വെച്ച് എങ്ങനെ ട്രിഗണോമെട്രിക്കൽ ഐഡന്റിറ്റീസ് എഴുതാം എന്നുള്ളതൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. സോ ബോർഡിലേക്ക് നോക്കുക. ഇതിൽ നമ്മൾ കുറച്ച് ട്രിഗണോമെട്രിക്കൽ ഐഡന്റിറ്റീസ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു റൈറ്റ് ട്രയാങ്കിൾ ABC മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ABC-യിൽ AB എന്ന് പറയുന്നത് ഇവിടെ ഒരു ആംഗിൾ തീറ്റ മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഒരു ആംഗിൾ തീറ്റ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഈ തീറ്റ 90 ഡിഗ്രി അല്ലാത്ത രണ്ട് തീറ്റകളിൽ ഏതെങ്കിലും ഒന്നായിരിക്കണം. ഒന്നേ നമുക്ക് A എന്ന് പറഞ്ഞ ആംഗിൾ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഏതെടുക്കാം, C എന്ന ആംഗിൾ സെലക്ട് ചെയ്യാം. അങ്ങനെ ഈ സെലക്ട് ചെയ്ത ആംഗിളിന് നമുക്ക് എന്ത് എഴുതാം? ട്രിഗണോമെട്രിക്കൽ ഐഡന്റിറ്റീസ് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അപ്പോ ഇതിൽ B 90 ഡിഗ്രി ആണ്. 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡിനെ പറയുന്നതാണ് എന്ത്? ഹൈപ്പോട്ടനസ്. അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലെ, നമ്മൾ കുഞ്ഞിലെ പഠിക്കുന്നതാണ്. പിന്നെ നമ്മളിനി ഈ ആംഗിളിനെ വെച്ചാണ് ബാക്കി കാര്യങ്ങൾ പറയുന്നത്. ഈ ആംഗിളിന് അടുത്ത് കിടക്കുന്ന സൈഡിനെ പറയുന്നതാണ് അഡ്ജസന്റ് സൈഡ്. ഈ ആംഗിളിന് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് ഇവിടെ എന്താണ്? BC. ഈ BCക്ക് പറയുന്നതാണ് എന്ത്? ഓപ്പോസിറ്റ് സൈഡ്. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ട് 6 ഐഡന്റിറ്റീസ് ആണ് നമുക്ക് ഈ ടെക്സ്റ്റിൽ പഠിക്കാനുള്ളത്, നമുക്ക് ഭാവിയിലേക്കും ആവശ്യമുള്ളത്. അപ്പൊ ഫസ്റ്റ് വൺ വരുന്നത് സൈൻ തീറ്റയാണ്. സൈൻ തീറ്റ ഡിഫൈൻ ചെയ്യുന്നത് ഓപ്പോസിറ്റ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനസ്. ഏതാണ് ഓപ്പോസിറ്റ്? ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് ഈക്വൽ ടു BC ഡിവൈഡഡ് ബൈ AC. ക്ലിയർ ആണെന്ന് കരുതുന്നു. സൈൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കോസ് തീറ്റ. സൈൻ തീറ്റ കഴിഞ്ഞു. കോസ് തീറ്റ എന്ന് പറയുന്നത് ഇനി അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടനസ്. അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടനസ്. അഡ്ജസന്റ് സൈഡ് എന്ന് പറയുന്നത് AB ആണ്, ഡിവൈഡഡ് ബൈ AC. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ടാൻ തീറ്റ. ടാൻ തീറ്റ എന്ന് പറയുന്നത് സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ആണെന്ന് ഓർത്തിരിക്കുക. സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് എഴുതാം. ഇതിന്റെ രണ്ട് ന്യൂമറേറ്ററുകൾ ഡിവൈഡ് ചെയ്താൽ മതി, ഡിനോമിനേറ്റർ ക്യാൻസൽ ആയിപ്പോവും. അപ്പൊ എന്ത് വരും? ഓപ്പോസിറ്റ് ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് വരും. അങ്ങനെയാണ് നമുക്ക് എന്ത് വരുന്നത്? ഓപ്പോസിറ്റ് BC ഡിവൈഡഡ് ബൈ AB വരിക. ഈ മൂന്നെണ്ണാണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഇത് അറിയാമെങ്കിൽ ബാക്കി മൂന്നെണ്ണം ഐഡന്റിറ്റീസ് നമുക്ക് എഴുതാം. അപ്പൊ ഒന്നുകൂടിയും പറയാം. സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ്. കോസ് തീറ്റ എന്ന് പറയുന്നത് അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടനസ്. ടാൻ തീറ്റ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ആണ്. ആദ്യത്തെ ഐഡന്റിറ്റി ഡിവൈഡ് ബൈ രണ്ടാമത്തെ ഐഡന്റിറ്റി സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. അപ്പൊ എന്ത് വരും? ഓപ്പോസിറ്റ് ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് വരും. ഓക്കെ, അങ്ങനെയാണ് ടാൻ തീറ്റ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. ഇനി ഈ ഐഡന്റിറ്റീസിന്റെ ഒക്കെ റെസിപ്രോക്കൽ ആണ് ഇനി പറയുന്ന ഐഡന്റിറ്റീസ്. സൈനിന്റെ റെസിപ്രോക്കൽ ആണ് കൊസീക് എന്ന് പറയുന്നത്. ഓക്കെ, 1 ബൈ സൈൻ തീറ്റയാണ് എന്ത് വരുന്നത്? കൊസീക് എന്ന് പറയുന്നത്. അപ്പൊ ഞാനിവിടെ എഴുതിന്റെ കൊസീക് എന്തായിരിക്കും? ഹൈപ്പോട്ടനസ് ഡിവൈഡഡ് ബൈ ഓപ്പോസിറ്റ്. എന്താണ് ഇതിന്റെ റെസിപ്രോക്കൽ? ഹൈപ്പോട്ടനസ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. അപ്പൊ നമ്മൾ ഇത് ഓർക്കാം, സൈൻ തീറ്റേനെയും കൊസീക്കിനെയും ഒരുമിച്ച് ഓർക്കാം. ഓക്കെ, സൈൻ തീറ്റ റെസിപ്രോക്കൽ ആണ് കേട്ടോ, റെസിപ്രോക്കൽ ആണ്. ഇത് മനസ്സിലാവാൻ വേണ്ടി ഞാൻ ഇവിടെ എഴുതിയതാണ്. അതുപോലെ കോസ് തീറ്റയുടെ റെസിപ്രോക്കൽ ആണ് എന്ത് പറയുന്നത്? സീക്ക് തീറ്റ. ഫിഫ്ത് വൺ സീക്ക് തീറ്റ. അപ്പൊ എന്ത് വരും? ഹൈപ്പോട്ടനസ് ബൈ അഡ്ജസന്റ് ആയി വരും. അപ്പൊ കോസ് തീറ്റന്റെ റെസിപ്രോക്കൽ എന്താ വരുന്നത്? സീക്ക് തീറ്റ. ക്ലിയർ ആണെന്ന് കരുതുന്നു. അതുപോലെ ടാനിന്റെ റെസിപ്രോക്കൽ ആണ് എന്ത് വരുന്നത്? കോട്ട് തീറ്റ. അഡ്ജസന്റ് ഡിവൈഡഡ് ബൈ ഓപ്പോസിറ്റ്. ഇവിടെ എന്താ വരുന്നത്? ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ്. അപ്പൊ ഇവിടെ എന്താ വരും? അഡ്ജസന്റ് ബൈ ഓപ്പോസിറ്റ്. അപ്പൊ അതന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. കോസ് തീറ്റ സീക്ക് തീറ്റ എന്ന് പറയുന്നത് AC ബൈ BC ആണ്, 1 ബൈ സൈൻ തീറ്റ ആണ്. അതുപോലെ സീക്ക് തീറ്റ എന്ന് പറയുന്നത് ഹൈപ്പോട്ടനസ് ബൈ അഡ്ജസന്റ് ആണ്, AC ഡിവൈഡഡ് ബൈ BC ആണ്. ഓക്കെ, ദാറ്റ് ഈസ് 1 ബൈ കോസ് തീറ്റ. കോട്ട് തീറ്റ എന്ന് പറയുന്നത് എന്താണ്? അഡ്ജസന്റ് ബൈ ഓപ്പോസിറ്റ് ആണ്, AB ബൈ BC ആണ്, 1 ബൈ ടാൻ തീറ്റ. എങ്ങനെ വരുന്നു? ഈ ടാൻ തീറ്റ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ആണ് അല്ലെ. അപ്പൊ അതിന്റെ റെസിപ്രോക്കൽ എഴുതാം, കോസ് തീറ്റ ബൈ സൈൻ തീറ്റ. അപ്പൊ 3 ഐഡന്റിറ്റീസ് നന്നായി പഠിക്കുക. സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ
ഹൈപ്പോട്ടനസ്. കോസ് തീറ്റ എന്ന് പറയുന്നത് അഡ്ജസെന്റ് ബൈ ഹൈപ്പോട്ടനസ്. ടാൻ തീറ്റ എന്ന് പറയുന്നത് സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. അതങ്ങപ്പോ എന്ത് വരും? ഓപ്പോസിറ്റ് ബൈ അഡ്ജസെന്റ് വരും. ബാക്കിയെല്ലാം എന്താണ്? റെസിപ്രോക്കൽ ആണ്. കൊസീക്ക് എന്ന് പറയുന്നത് 1 ബൈ സൈൻ തീറ്റയാണ്. സീക്ക് എന്ന് പറയുന്നത് 1 ബൈ കോസ് തീറ്റയാണ്. കോട്ട് എന്ന് പറയുന്നത് 1 ബൈ ടാൻ തീറ്റയാണ്. അപ്പൊ നമുക്ക് തിരിച്ചെഴുതാൻ സാധിക്കും. ക്ലിയർ ആയെന്ന് കരുതുന്നു. നമുക്കൊരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. ഇവിടെ ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. റൈറ്റ് ട്രയാങ്കിൾ ആണ്. ഇതിൽ ടാൻ എ എന്ന് പറയുന്നത് 3/4 ആണ് റേഷ്യോ തന്നിട്ടുണ്ട് അല്ലെ. ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് 1 ബൈ സൈൻ എ പ്ലസ് 1 ബൈ കോസ് എ അല്ലെ. ഇത്രയും അതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിൽ എന്തൊക്കെ ഉണ്ട്? സൈൻ എ അറിയണം, കോസ് എ അറിയണം, ടാൻ എ അറിയണം അല്ലെ. അപ്പൊ നമുക്ക് ഈ ഒരു ഇതില് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ആംഗിൾ എ ആണ്. എല്ലാറ്റിലും എ ആണല്ലോ. ഞാനപ്പോ ഈ റൈറ്റ് ട്രയാങ്കിൾ എ എന്നുള്ളത് മാർക്ക് ചെയ്തു. ഇതാണ് നമ്മുടെ സെലക്റ്റഡ് ആംഗിൾ അല്ലെ. ഈ ബി എന്ന് പറയുന്നതാണ് റൈറ്റ് ട്രയാങ്കിൾ അല്ലെ, പെർപെൻഡിക്കുലർ. സി എന്ന് പറയുന്നത് നമ്മൾ സെലക്ട് ചെയ്തിട്ടില്ല. അപ്പൊ ഓപ്പോസിറ്റ് സൈഡ് എന്തായിരിക്കും? ബി സി ആണ് എന്ത് വരുന്നത്? ഓപ്പോസിറ്റ് സൈഡ് വരുന്നത് അല്ലെ. ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് വരുന്നത് ബി സി ആണ്. അതുപോലെ അഡ്ജസെന്റ് എന്തായിരിക്കും? എ ബി ആയിരിക്കും. ഓക്കെ. പിന്നെ നമുക്ക് ഇതറിയാലോ. ബാക്കി എന്തായിരിക്കും? ഹൈപ്പോട്ടുനസ് ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം എന്ന് മാത്രം. അപ്പൊ ഇനി നമുക്ക് എഴുതാലോ. സൈൻ എ എന്ന് പറയുന്നത് എന്താണ്? സൈൻ എ എന്ന് പറയുന്നത് ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് ബൈ അഡ്ജസെന്റ്, ദാറ്റ് ഈസ് ബി സി ഡിവൈഡഡ് ബൈ എന്ത് വരും? എ സി വരും അല്ലെ. ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ് ആണ് എന്ത് പറയുന്നത്? സൈൻ എ. നെക്സ്റ്റ് കോസ് എ എന്ന് പറയുന്നത് എന്താണ്? അഡ്ജസെന്റ് എ ബി ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനസ് എ സി. ഓക്കെ. ഇനി നമുക്ക് തന്നിരിക്കുന്ന ടാൻ എ എന്ന് പറയുന്നത് എന്താണ്? ടാൻ എ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ബി സി ഡിവൈഡഡ് ബൈ അഡ്ജസെന്റ് എ ബി. ഇത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം കേട്ടോ. അത് മാത്രമേ ഇതിലൊരു ബുദ്ധിമുട്ടുള്ളൂ. ടാൻ എന്താന്ന് തന്നിട്ട് നമുക്ക് 3/4 ആണ് തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ബി സി നമുക്ക് എന്തെഴുതാം? ഒരു കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. രണ്ട് സൈഡിൽ ഒരു കോൺസ്റ്റന്റ് ഉണ്ടെന്ന് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിനെ എന്തെഴുതാം? 3 = 3k ഡിവൈഡഡ് ബൈ 4k എന്ന് ഞാൻ എഴുതി. അപ്പൊ നമുക്ക് ബി സി എന്തായിട്ട് എഴുതാം? 3k എന്ന് പറയാം. ഏതോ ഒരു കോൺസ്റ്റന്റ് കട്ട് ചെയ്ത് കളയാം. ബി സി = 3k ആണ്. അതുപോലെ എ ബി എന്ന് പറയുന്നത് 4k ആണ്. അതായത് ഒരു കോൺസ്റ്റന്റ് കൊടുത്ത് ഈ കോൺസ്റ്റന്റ് കട്ട് ചെയ്ത് കഴിഞ്ഞ് 3/4 തന്നെയാണല്ലോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്തെഴുതാം? ബി സി എന്ന് പറയുന്നത് 3k ആണ്. അതുപോലെ എ ബി എന്ന് പറയുന്നത് 4k ആണ്. നമുക്ക് എന്താ പറയാ? രണ്ട് സൈഡ്സ് അറിയാം അല്ലെ. അപ്പൊ ഹൈപ്പോട്ടനസ് കണ്ടുപിടിക്കാലോ. പൈതഗോറസ് തിയറം പ്രകാരം ബൈ പൈതഗോറസ് തിയറം നമുക്ക് AC² എന്തെഴുതാം? BC² പ്ലസ് AB² എഴുതാം അല്ലെ. ബൈ പൈതഗോറസ് തിയറം. പൈതഗോറസ് തിയറം. ഓക്കെ. AC² √BC² പ്ലസ് AB². ഓക്കെ. ഇനി നമുക്ക് ABC² എന്തെഴുതാം? 3k² പ്ലസ് 4k² ആണ് അല്ലെ. അപ്പൊ ഇതെന്താണ്? 9k² പ്ലസ് 16k² ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 25k² ആണ്. നമുക്ക് രണ്ടിന്റെ റൂട്ട് അറിയാലോ. 25ന്റെ റൂട്ട് എത്രയാണ്? 5 × 5 ആണ് 25. k² റൂട്ടിന് പുറത്തെടുത്ത എന്താണ്? k ആണ്. k × k റൂട്ടിന് പുറത്ത് എന്തായി? k ആണ്. അപ്പൊ ഇതെന്താണ്? 5 × k ആണ് വരുന്നത്. അപ്പൊ നമുക്ക് ഇത് ഇവിടെ എഴുതാം. ഹൈപ്പോട്ടനസ് എന്ന് പറയുന്നത് 5k ആണ്. നമുക്ക് ഇതെല്ലാം എഴുതാലോ. സൈൻ എ എന്താന്ന് എഴുതാം, കോസ് എ എന്താന്ന് എഴുതാം അല്ലെ. സൈൻ എ എന്തായിരിക്കും? അപ്പൊ ഇവിടെ നോക്കിക്കേ. സൈൻ എ = BC എന്ന് പറയുന്നത് എന്താണ്? 3k. ഹൈപ്പോട്ടനസ് എന്താണ്? 5k. ഈ കെയും കെയും കട്ടായി കളഞ്ഞ എന്താ വരുന്നത്? 3/5. ഇനി കോസ് എ എന്ന് പറയുന്നത് എന്താണ്? അഡ്ജസെന്റ് ബൈ ഹൈപ്പോട്ടനസ്. അഡ്ജസെന്റ് എന്താ വരുന്നത്? 4k. എ സി എന്താ വരുന്നത്? 5k. ഇത് കട്ട് ചെയ്ത് കളയുമ്പോൾ എന്തരും? 4/5. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട ഐഡന്റിറ്റി എന്താണ്? 1 ബൈ സൈൻ എ പ്ലസ് 1 ബൈ കോസ് എ. അതായത് 1 ബൈ സൈൻ എ എത്രയാ വരുന്നത്? നമുക്ക് എത്രയാ കിട്ടിയത്? 3/5 പ്ലസ് 1 ബൈ എത്രയാ വരുന്നത്? 4/5 അല്ലെ. 4/5 ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇതിന്റെ റെസിപ്രോക്കൽ വരുമ്പോൾ എന്തരും? 5/3 പ്ലസ് 5/4 വരും അല്ലെ. നമ്മൾ രണ്ട് സൈഡിലും എന്ത് എടുക്കണം? LC എടുക്കണം. 12ലേക്കാണ് LCM വരുന്നത് അല്ലെ. അപ്പൊ രണ്ട് സൈഡിലും 4 കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യാം അല്ലെ. അപ്പൊ എന്ത് വരും? 20 ഡിവൈഡഡ് ബൈ 12. ഓക്കെ. ഇവിടെ എന്തായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. പ്ലസ് 15 ഡിവൈഡഡ് ബൈ 12 വരും അല്ലെ. അപ്പൊ ഇത് എത്രയാണ് വരുന്നത്? 35 ഡിവൈഡഡ് ബൈ 12 ആണ് നമുക്ക് ആൻസർ വരുന്നത്. ക്ലിയർ ആണെന്ന് കരുതുന്നു. ഇനി നമുക്ക് 6 ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസ് പഠിച്ചു.
ഇതിന് ആംഗിൾസ്, ചില ആംഗിൾസിന്റെ വാല്യൂസ് നമുക്ക് കാണാതെ അറിഞ്ഞിരിക്കണം. അപ്പൊ അതെങ്ങനെ പഠിക്കാം എന്നുള്ളത് നോക്കാം. അപ്പൊ ആദ്യം വരുന്നത് നമുക്ക് വരുന്ന ഐഡന്റിറ്റി ഏതാണ്? സൈൻ ആണ് അല്ലെ. സൈൻ എ എന്ന് പറയുന്നത്, അതാണ് ആംഗിൾ ഇട്ടേക്കുന്നത് അല്ലെ. സൈനിന്റെ വാല്യൂ 0-ൽ നിന്ന് 1 വരെയാണ് ഇൻക്രീസ് ചെയ്ത് വരികയാണ് ചെയ്യണം. അപ്പൊ സൈൻ 0 എന്ന് പറയുന്ന വാല്യൂ 0 ആണ്. ഓക്കെ, സൈൻ 90 എന്ന് പറയുന്നത് 1 ആണ്. ക്ലിയർ ആണെന്ന് വരുന്നു. സൈൻ 0 എന്ന് പറയുന്നത് 0 ആണ്. സൈൻ 90 എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, അതുപോലെ നെക്സ്റ്റ് നമുക്ക് വരുന്നത് കോസ് ആണല്ലോ. കോസിന്റെ വാല്യൂ നമുക്ക് 1-ൽ നിന്ന് 0 ആണെങ്കിലാണ് കുറഞ്ഞു വരുന്നത്. അപ്പോൾ കോസിന്റെ വാല്യൂ കോസ് 0 എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. കോസ് 90 എന്താണ്? 0 ആണ്. ഇനി ഇതിന്റെ ഇടയിലുള്ള വാല്യൂസ് 45ന്റെ സൈനും കോസും, സൈൻ 45ഉം കോസ് 45ഉം സെയിം ആണ്. ഓക്കെ, സൈൻ 45 1/√2 ആണ്. കോസ് 45ഉം 1/√2 ആണ്. ക്ലിയർ ആയി? പഠിക്കാലോ. സൈൻ 0 0, സൈൻ 90 1. ഓക്കെ, കോസ് 0 1, കോസ് 90 എന്ന് പറയുന്നത് 0 ആണ്. ഇനി ഇതിന്റെ എല്ലാം സൈൻ 45 1/√2 ആണ്. കോസ് 45 എന്ന് പറയുന്നത് 1/√2 ആണ്. ക്ലിയർ ആണെന്ന് കരുതുന്നു. അപ്പൊ ഇനി നെക്സ്റ്റ് എങ്ങനെയാണ് വരുന്നത്? സൈൻ 30 എന്ന് പറയുന്നത് 1/2 ആണ്. ഓക്കെ, സൈൻ 60 എന്ന് പറയുന്നത് √3/2 ആണ്. ഈ രണ്ട് വാല്യൂസ് നമ്മൾ പഠിക്കണം. സൈൻ 30 എന്ന് പറയുന്നത് 1/2 ആണ്. സൈൻ 60 എന്ന് പറയുന്നത് √3/2 ആണ്. ഇത് തന്നെ നേരെ തിരിച്ചിടുന്നതാണ് കോസിന്റെ കേസിൽ വരുന്നത്. കോസിൽ എന്താ വരുന്നത്? കോസ് 30 എന്ന് പറയുന്നത് √3/2 ആണ്. കോസ് 60 എന്ന് പറയുന്നത് എന്താണ്? 1/2 ആണ്. ഇനി നമുക്ക് അടുത്ത വരുന്ന ഐഡന്റിറ്റി എന്ന് പറയുന്നത് ടാൻ ആണ് അല്ലെ. നമുക്കറിയാം ടാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ ബൈ കോസ് ആണ്. അറിയാലോ, സൈൻ ബൈ കോസ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് അതുപോലെ തന്നെ ചെയ്യാം. 0/1 എന്താ വരുന്നത്? 0. എന്ത്? 0/1 0. ഇനി ഇതൊന്ന് നോക്കിയേ. 1/2 √3/2 എങ്ങനെ വരും? ഈ രണ്ട് 2 ക്യാൻസൽ ആവും അല്ലെ. 1/2 √3/2. കൺഫ്യൂഷനിൽ നോക്കിക്കോ. 1/2 √3/2. ഈ രണ്ടും ക്യാൻസൽ ആയി പോകും. then എന്ത് വരും? 1/√3. 1/√3 ആണ് ഇതിന്റെ വാല്യൂ. ഇനി നോക്കിയേ, രണ്ടും സെയിം വാല്യൂ അല്ലേ. ഇത് ഡിവൈഡ് ചെയ്ത് എന്ത് വരും? 1 വരും അല്ലെ. ഇതൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കൂ. എന്താ വരുന്നത്? √3/2 /√3/2 എന്ത് വരും? ഈ 2 ക്യാൻസൽ ചെയ്ത് എന്ത് വരും? √3 വരും. ഓക്കെ, ഇനി നെക്സ്റ്റ് പറഞ്ഞ 1/0. അതെന്താണ്? നോട്ട് ഡിഫൈൻഡ് ആണ് കേട്ടോ. നോട്ട് ഡിഫൈൻഡ്. ഈ വാല്യൂ നോട്ട് ഡിഫൈൻഡ് ആണ്. സൈൻ 90 ടാൻ 90 എന്താണ്? നോട്ട് ഡിഫൈൻഡ്. അപ്പൊ നമുക്ക് സൈനിന്റെ വാല്യൂ കോസിന്റെ വാല്യൂ പറഞ്ഞാൽ എന്ത് സുഖമായിട്ട് എഴുതാം? ടാൻ എഴുതാം. നെക്സ്റ്റ് നമുക്ക് അപ്പൊ എന്ത് എഴുതാം? കൊസീക്ക് എഴുതി വെക്കാം അല്ലെ. കൊസീക്ക് എന്താണ്? 1/sin ആണ് അല്ലെ. 1/sin 1/0 ആണ് വരിക അല്ലെ. ഇതെന്ന് പറയുന്നത് 1/sin ആണ്. ഇത് അറിഞ്ഞിരിക്കണം കേട്ടോ. 1/sin ആണെന്ന് അറിഞ്ഞിരിക്കണം. അപ്പൊ നോക്കിക്കേ, 1/0 ആദ്യം തന്നെ എഴുതാം അല്ലെ. നോട്ട് ഡിഫൈൻഡ് ആണ്. നോട്ട് ഡിഫൈൻഡ് ആണ്. നെക്സ്റ്റ് എന്താ പറയുന്നത്? 1/2ന്റെ റെസിപ്രോക്കൽ ഈക്വൽ ടു 2. ഇതിന്റെ റെസിപ്രോക്കൽ എന്ത് വരും? √2. ഇതിന്റെ റെസിപ്രോക്കൽ എന്ത് വരും മക്കളെ? 2/√3. ഇതിന്റെ റെസിപ്രോക്കൽ എന്താണ്? 1. എളുപ്പമുണ്ട് അല്ലെ. ഇനി നെക്സ്റ്റ് എന്താ വരുന്നത്? സീക്ക് എന്ന് പറയുന്നത് എന്താണ്? 1/cos ആണ് അല്ലെ. 1/cos എന്ന് പറയുമ്പോൾ 1/1 വരും. ഇതിന്റെ റെസിപ്രോക്കൽ എന്ത് വരും? 2/√3 വരും. ഇതിന്റെ റെസിപ്രോക്കൽ എന്ത് വരും? √2 വരും. അതായത് ഈ കോസിന്റെ എല്ലാം റെസിപ്രോക്കൽ എടുക്കുന്നതാണ് ചെയ്യുന്നത്. അതുപോലെ 1/2ന്റെ റെസിപ്രോക്കൽ എന്താണ്? 2/1 അല്ലെ. 2 0/1 അല്ലെ. അതായത് 1/0 വരും. ഇതെന്താണ്? നോട്ട് ഡിഫൈൻഡ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഡൗട്ട് തെറ്റിപ്പോയെന്നുണ്ടെങ്കിൽ ഈ ലൈന് നേരെ ഓപ്പോസിറ്റ് എഴുതിയതാണ് എന്ത് വരിക? ഇവിടെ വരിക, താഴെ വരിക. തെറ്റിട്ടുണ്ടെങ്കിൽ അത് മാറിപ്പോയിട്ടുണ്ടാവും. ഇനി നെക്സ്റ്റ് എന്താ വരുന്നത്? ടാൻ്റെ ഓപ്പോസിറ്റ്, ദാറ്റ് ഈസ് കോട്ട്. കോട്ട് എന്ന് പറയുന്നത് എന്താണ്? 1/tan ആണ് അല്ലെ. അല്ലെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? cos/sin വെച്ചിട്ടും ചെയ്യാം അല്ലെ. അല്ലെങ്കിൽ 1/tan വെച്ചിട്ട് എഴുതാം. 1/0 എന്താണ്? നോട്ട് ഡിഫൈൻഡ് ആണ് അല്ലെ. ഇനി നെക്സ്റ്റ് 1/√3 ആണ്. അപ്പൊ ഇവിടെ എന്ത് വരും? √3. നെക്സ്റ്റ് വാല്യൂ എന്താ പറയുന്നത്? 1. 1ന്റെ റെസിപ്രോക്കൽ 1 തന്നെയാണ്. √3യുടെ റെസിപ്രോക്കൽ എന്താണ്? 1/√3. ഓക്കെ, ഇതെന്താണ്? 1/0 ആണ് അല്ലെ. അപ്പൊ ഇതെന്ത് വരും? 0/1 വരും. അപ്പൊ ഇവിടെ എന്ത് വരും? 0 വാല്യൂ വരും. വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഈ √3
sin theta minus cos theta is equal to 0 and 0 ഡിഗ്രിക്കും 90 ഡിഗ്രിക്കും ഇടയിലാണ് തീറ്റ എന്ന് തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് തീറ്റ. ഓക്കെ, അപ്പൊ ഇതിൽ ട്രയാങ്കിൾ ഒന്നും വരയ്ക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഇതൊന്ന് എഴുതി നോക്കാം. തന്നിരിക്കുന്ന കാര്യം ഒന്ന് എടുത്തെഴുതാം. എന്താ തന്നിരിക്കുന്നത്? √3 sin തീറ്റ മൈനസ് കോസ് തീറ്റ എന്ന് പറയുന്നത് എന്താണ്? 0 ആണെന്ന് തന്നിട്ടുണ്ട് അല്ലെ. ഇതൊന്ന് റീഅറേഞ്ച് ചെയ്തോട്ടേക്ക് നമുക്ക് ഈ √3 ഒക്കെ കാണുമ്പോൾ നമുക്ക് എന്തായിട്ട് തോന്നുന്നുണ്ട്? ടാനിന്റെ ഇതിലുള്ള ടാനിന്റെ ആംഗിൾസിൽ വരണം അല്ലെ. 1/√3 √3 ഒക്കെ 30-ലും 60-ലും ഒക്കെ വരുന്നതാണ് അല്ലെ. അതുമായിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്യാം? സൈൻ ഉണ്ട്, കോസ് ഉണ്ട്, അപ്പൊ ഒന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കി നോക്കാം. അപ്പൊ ഒന്ന് നമുക്ക് റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോ √3 sin തീറ്റ എന്തായിട്ട് മാറും? ഈക്വൽ ടു കോസ് തീറ്റ ആയിട്ട് മാറും. ഇനി നമുക്ക് തന്നെ റീഅറേഞ്ച് ചെയ്തേ. സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ വരും അല്ലെ. കോസ് തീറ്റ ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ ഡിവിഷൻ ആവില്ലേ. ഇത് ഈക്വൽ ടു √3 ഈക്വൽ ടു 1 വരും അല്ലെ. കറക്റ്റ് ആണല്ലോ. നെക്സ്റ്റ് എന്ത് വരും? സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ മാത്രം ഞാൻ ലെഫ്റ്റ് സൈഡിൽ നിർത്തി √3 ഞാൻ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകണം. അപ്പൊ എന്ത് വരും? എനിക്ക് 1/√3 വരും അല്ലെ. ഇതെന്താ? സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്താണ്? ടാൻ തീറ്റ ആണ്. ഇതൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം കേട്ടോ. സൈൻ ബൈ കോസ് എന്താണ്? ടാൻ തീറ്റ. ടാൻ തീറ്റ ഈക്വൽ ടു 1/√3 വന്നു അല്ലെ. ടാൻ തീറ്റ ഈക്വൽ ടു 1/√3 അല്ലെ. ടാൻ തീറ്റയുടെ ഏത് ആംഗിളിലാണ് ടാനിന് 1/√3 വരുന്നത്? ആ ടേബിൾ നന്നായി ആലോചിച്ച് വെക്കണം. ഏത് വാല്യൂലാണ് ടാനിന് 1/√3 വരുന്നത്? ഓർത്ത് നോക്കിയേക്ക. അപ്പൊ ആംഗിൾ 30ക്കാണ് എന്ത് വരുന്നത്? 1/√3 വരുന്നത്. കിട്ടില്ലേ? അങ്ങനെയാണ് നമുക്ക് എന്ത് വരുന്നത്? തീറ്റ ഈക്വൽ ടു 30. ഇവിടെ നോക്കിക്കേ, ടാൻ 30 ഇടുമ്പോ എന്ത് വരും? 1/√3 വരും. അപ്പൊ ആംഗിൾ എത്രയാണ് നമ്മുടെ? 30. അതല്ലേ ചോദിച്ചിരിക്കുന്നത്? ഫൈൻഡ് ദ വാല്യൂ ഓഫ് തീറ്റ. തീറ്റ ഇസ് ഈക്വൽ ടു 30 ഡിഗ്രി. ഡിഗ്രി ഇടാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, നമുക്കൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ഇതിൽ ഇവാലുവേറ്റ് ടാൻ സ്ക്വയർ 30 ഡിഗ്രി സൈൻ സ്ക്വയർ 30 ഡിഗ്രി പ്ലസ് കോസ് 60 ഡിഗ്രി സൈൻ സ്ക്വയർ 90 ഡിഗ്രി ടാൻ സ്ക്വയർ 60 ഡിഗ്രി മൈനസ് 2 ടാൻ 45 ഡിഗ്രി കോസ് സ്ക്വയർ 0 ഡിഗ്രി സൈൻ 90 ഡിഗ്രി അല്ലെ. ഇതിൽ കുറേ ട്രിഗണോമെട്രി ഫങ്ഷൻസ് തന്നിട്ടുണ്ട് അല്ലെ. അതിനെ ഇവാലുവേറ്റ്, അതിന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആ ടേബിൾ കറക്റ്റ് ആയിട്ട് അറിയെങ്കിൽ ഇത് സിമ്പിൾ ആയിട്ട് ചെയ്യാം. ഇതൊരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മുടെ ഒരു പ്രീവിയസ് CBSE ബോർഡ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇത്രയും എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്. നമുക്ക് ഒരു കാര്യം മാത്രം അറിഞ്ഞാൽ മതി, ആ ടേബിൾ നല്ല പ്രോപ്പർ ആയിട്ട് അറിഞ്ഞിരിക്കണം. അപ്പൊ ഇതിന്റെ വാല്യൂസ് ആദ്യം ഒന്ന് എഴുതി നോക്കാം അല്ലെ. ടാൻ 30 എന്ന് പറയുന്നത് എന്താണ്? ടാൻ 30 ഡിഗ്രി. ഓർത്ത് പറഞ്ഞേ, 1/√3. ഇനി സൈൻ 30 എന്ന് പറയുന്നത് എന്താണ്? സൈൻ 30 ഡിഗ്രി ഓർമ്മയുണ്ടോ? 1/2. ഇത് കറക്റ്റ് ആയിട്ട് അറിഞ്ഞാൽ മതി. കോസ് 60 എന്താണ്? സൈൻ 30യും കോസ് 60 ഡിഗ്രിയും സെയിം ആണ് അല്ലെ. എന്താ വരുന്നത്? 1/2 ആണ്. നെക്സ്റ്റ് ഏതാ വരുന്നത്? സൈൻ സ്ക്വയർ 90. അതായത് സൈൻ 90 എത്രയാണെന്ന് എഴുതുക. സൈൻ 90 എത്രയാ? സൈനിന്റെ മാക്സിമം വാല്യൂ എത്രയാ? 1. അതുപോലെ നെക്സ്റ്റ് ടാൻ 45 അല്ലെ. ടാൻ 45 എന്താ വരുന്നത്? 1/√2 ഡിവൈഡഡ് ബൈ 1/√2. അപ്പൊ എത്രയാ വരുന്നത്? 1 അല്ലെ. സൈൻ 45 1 ആണ്. അതുപോലെ കോസ് 0 എന്താ വരുന്നത്? കോസ് 0 എന്താണ്? 1 ആണ് വാല്യൂ. 90 എത്തുമ്പോൾ 0 ആവും അല്ലെ. കോസ് 0 1 ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട കാര്യമുള്ളൂ. ഓക്കെ, നമുക്ക് ഈ ഇവാലുവേറ്റ് ചെയ്യേണ്ട സംഭവം ഇതിലൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ടാൻ സ്ക്വയർ 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ടാൻ 30 ഇൻറ്റു ടാൻ 30ക്കാണ് എന്ത് പറയുന്നത്? ടാൻ സ്ക്വയർ 30 ഡിഗ്രി എന്ന് പറഞ്ഞത്. അപ്പൊ അതവിടെ അതുപോലെ എഴുതാ. ടാൻ 1/√3 ഇൻറ്റു 1/√3 ആണ് എന്ത് വരുന്നത്? ഈ ടാൻ സ്ക്വയർ 30 ഡിഗ്രി. അതായത് ടാൻ സ്ക്വയർ എന്ന് പറഞ്ഞാൽ സ്ക്വയർ ചെയ്യുക. ടാൻ 30 ഇൻറ്റു ടാൻ 30. അപ്പൊ അതുപോലെ തന്നെ ഞാൻ എന്ത് ചെയ്തു? 1/√3 ഇൻറ്റു 1/√3 എഴുതി. ഇനി നെക്സ്റ്റ് എന്താ മൾട്ടിപ്ലൈ ചെയ്യുന്നത്? സൈൻ 30 ഡിഗ്രി 1/2. ഇനി ഇതൊന്ന് ഞാനൊരു ബ്രാക്കറ്റിൽ ഇടാം. രണ്ടിൽ കൂടുതൽ ടേംസ് ഇല്ലേ, അതുകൊണ്ട് ഞാൻ ഒരു ബ്രാക്കറ്റിലിട്ട് പ്ലസ് ചെയ്തു. ഇനി കോസ് 60 എന്താ വരുന്നത്? 1/2. ഇനി സൈൻ സ്ക്വയർ 90 എന്ന് പറഞ്ഞാൽ എന്താ? സൈൻ 90 ഇൻറ്റു സൈൻ 90 അല്ലെ. സൈൻ 90 എന്താ? 1 ആണ്. സോ 1 ഇൻറ്റു 1 വരും അല്ലെ. ഇനി നെക്സ്റ്റ് എന്താ പറഞ്ഞാൽ? ടാൻ സ്ക്വയർ 60. ടാൻ 60 എന്താണ്? നമ്മൾ എഴുതിയില്ല. ടാൻ 60 എന്താണ് വരുന്നത്? ടാൻ 60 എന്ന് പറയുന്നത് √3 ആണ് അല്ലെ. അപ്പൊ √3. അപ്പൊ ഇത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ടാൻ സ്ക്വയർ 60 ആകുമ്പോൾ എന്ത് വരും? 2 തവണ
tan 16 മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ. √3 ഇൻറ്റു √3 വരും അല്ലെ. മൈനസ് ഇനി നെക്സ്റ്റ് എന്താ വരുന്നത് 2 ഇൻറ്റു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക tan 45 എന്താണ് 1 ആണ്. cos 0 ഇൻറ്റു cos 0 ആണ് cos സ്ക്വയർ 0 ഡിഗ്രി. അപ്പൊ എന്താണ് cos 0 1 ആണ് അല്ലേ. അപ്പൊ 2 തവണ മൾട്ടിപ്ലൈ ചെയ്യണം 1 ഇൻറ്റു 1. ഇനി sin 90 എന്താ വരുന്നത് sin 90 എന്ന് പറയുന്നത് 1 ആണ് അല്ലേ. ഇവിടെ എഴുതിയിട്ടുണ്ട് sin 90 1 ആണ്. സ്ക്വയർ ഒന്നുമില്ല ജസ്റ്റ് 1 മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ ഇനി ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാൻ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ആദ്യം മൾട്ടിപ്ലിക്കേഷൻ ചെയ്തിട്ട് അഡീഷൻ സബ്ട്രാക്ഷൻ ചെയ്യാൻ പാടുള്ളൂ. ഓരോ ബ്രാക്കറ്റിൽ ചെയ്തേ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തായാലും 1/√3 ഇൻറ്റു √3 ഇൻറ്റു √3 എന്താണ് 3 ആണ്. ഇനി 3 ഇൻറ്റു 2 എന്താണ് 6 ആണ്. അപ്പൊ അത് ചെയ്യുമ്പോൾ എന്തോരും 1/6 വരും അല്ലെ. ഇവിടെ എന്തോരും ഇവിടെ 1/2 ഉണ്ട് 1 ഉണ്ട് √3 ഇൻറ്റു √3 എന്താണ് 3 ആണ്. അപ്പൊ ചെയ്യുമ്പോൾ എന്തോരും 3/2 വരും. മൈനസ് ഇവിടെ എന്താ വരുന്നത് 2 ആണ് അല്ലെ. എല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 വരും. ഇനി നമുക്ക് എന്ത് ചെയ്യാം LCM എടുക്കാം. LCM എടുക്കുമ്പോൾ എന്താ വരുന്നത് താഴെ എന്ത് വരും 6 ആണ് നമുക്ക് LCM വരുന്നത് അല്ലെ. ഇതിന്റെ കൂടെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യേണ്ട 1 തന്നെയാണ്. ഇത് 6 ആവാൻ എന്ത് ചെയ്യണം 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ന്യൂമറേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്യുക അപ്പൊ എന്ത് വരും 9 വരും. മൈനസ് താഴെ നമ്മൾ 6 കിട്ടണമെങ്കിൽ മേലെ എന്ത് ചെയ്യണം 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ. അങ്ങനെയല്ലേ ചെയ്യാം. അപ്പൊ എന്ത് വരും 12 വരും. ക്ലിയർ ആണെന്ന് കരുതുന്നു. അപ്പൊ ഇതൊന്ന് ചെയ്യുമ്പോൾ എന്താ വരും നമുക്ക് 10 മൈനസ് 1 + 9 എന്താണ് 10 മൈനസ് 12/6 വരും അല്ലെ. 10 മൈനസ് 12 എന്ന് പറയുമ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടത് ഒരെണ്ണം പോസിറ്റീവ് ഒരെണ്ണം നെഗറ്റീവ് ആണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുക വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ മൈനസ് ചെയ്ത് വലിയ നമ്പറിന്റെ സൈൻ ഇടണം. ഓക്കെ അങ്ങനെ വരുമ്പോൾ ഇതിലെ വലിയ നമ്പർ ഏതാണ് 12 ആണ് വലിയ നമ്പർ വരുന്നത് അല്ലെ. അതിന്ന് ചെറിയ വരുന്നത് 12 മൈനസ് 10 2 ആണ് വരുന്നത്. ഏത് സൈൻ ഇടേണ്ടത് വലിയ നമ്പറിന്റെ സൈനായ മൈനസ് ആണ് ഇടേണ്ടത്. അപ്പൊ എന്ത് വരും നമുക്ക് -2 /6 വരും. ഇനി 2ലും 6ലും കോമൺ പോണതാണ് അല്ലേ 2 അല്ലെ. അപ്പൊ നമുക്കത് ഡിവൈഡ് ചെയ്യാം. -1 ഇൻറ്റു 2 ആണ് എന്ത് വരുന്നത് -2. താഴെയുള്ളതിനെ എങ്ങനെ എഴുതാം നമുക്ക് 3 ഇൻറ്റു 2 എന്ന് എഴുതാം അല്ലെ. അപ്പൊ മേലെയും താഴെ 2 കട്ട് ചെയ്ത് പോകും. then your answer become 1/3. ക്ലിയർ ആണെന്ന് കരുതും. ഇത് 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. എന്താ നമുക്ക് അറിയേണ്ടുള്ളൂ ആകെ ആ ടേബിള് കൃത്യമായി പഠിച്ചിരിക്കണം. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനും കൃത്യമായി അറിഞ്ഞിരിക്കണം. എന്നിട്ട് ഇവാലുവേറ്റ് ചെയ്യും. ഇത്രയേ ഉള്ളൂ. 2 or 3 സ്റ്റെപ്പിൽ തീരാവുന്ന കാര്യമുള്ളൂ. പക്ഷെ ആ ടേബിൾ നല്ല കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. സോ നിങ്ങൾ ചെയ്ത് നോക്കുക.